ഗുഡ് മോർണിംഗ് ടു ഓൾ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് പർച്ചേസ് പ്രൊസീജിയറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പർച്ചേസിങ് പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ രണ്ട് തരം പർച്ചേസിങ് പഠിച്ചായിരുന്നു. സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും പഠിച്ചായിരുന്നു. അപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൽ വരുന്ന പർച്ചേസ് പ്രൊസീജിയറാണ് നമുക്ക് ഇപ്പം പഠിക്കാനുള്ളത്. സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൽ വരുന്ന പർച്ചേസ് പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 7 പ്രൊസീജിയറാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് പ്രൊസീജിയർ ഇതാണ്: റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ. സെക്കൻഡ് വൺ, ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡർ. തേർഡ് വൺ, സെലക്ടിംഗ് ദ സപ്ലയർ. ദെൻ പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ. ദെൻ ഫിഫ്ത്ത് വൺ, റിസീവിംഗ് ഓഫ് മെറ്റീരിയൽസ്. ദെൻ ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. ദെൻ ചെക്കിംഗ് ദ ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് വൺ ഇതാണ്: റിസീവിംഗ് പർച്ചേസ് റിക്വസിഷൻ. ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ സ്റ്റാർട്ട് പർച്ചേസിംഗ് മെറ്റീരിയൽസ് only after receiving purchase requisition. Purchase requisition is a formal request to the purchase department to purchase material specified in it. It serves as a documentary evidence ആൻഡ് റെക്കോർഡ് ഓഫ് പർച്ചേസ്. അപ്പോൾ നമ്മുടെ പർച്ചേസ് പ്രൊസീജിയറിലെ ആദ്യത്തെ പ്രൊസീജിയറാണ് റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ. എന്ന് വെച്ചാൽ ഒരു പർച്ചേസ് നടക്കണമെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് പർച്ചേസ് റിക്വസിഷൻ കിട്ടിയിരിക്കണം. അപ്പോൾ പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിന് മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ഇത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെങ്കിൽ ഇത്രത്തോളം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫോർമലായിട്ട് അറിയിക്കുന്ന അല്ലെങ്കിൽ ഫോർമലായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നതിനാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇത് ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ റെക്കോർഡായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതാണ് പർച്ചേസ് റിക്വസിഷൻ. ദെൻ പർച്ചേസ് റിക്വസിഷൻ കണ്ടെയ്ൻസ് particulars of description of material required, date by which materials are required, quantity and quality of materials required, name of the requisitioning department, etc. It is prepared by the storekeeper for regular items and by the department head for special items. അപ്പോൾ നമ്മൾ ഈ പർച്ചേസ് റിക്വസിഷനിൽ സാധാരണയായിട്ട് ഉൾപ്പെടുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഏത് തരം മെറ്റീരിയൽസാണ്, മെറ്റീരിയൽസിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഏത് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഡേറ്റ്, ഏത് ഡേറ്റിലാണ് മെറ്റീരിയൽസ് ആവശ്യമുള്ളത്, ആ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളമാണ്, ക്വാളിറ്റി എത്രത്തോളമാണ്, അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് മെറ്റീരിയൽസ് ആവശ്യമുള്ളത്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്, ഇതൊക്കെയായിരിക്കും ഈ പർച്ചേസ് റിക്വസിഷനിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് പർച്ചേസ് റിക്വസിഷൻ ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഏത് തരം മെറ്റീരിയൽസാണ് ആവശ്യമുള്ളത്, ഏത് ഡേറ്റിലേക്കാണ് നമുക്ക് മെറ്റീരിയൽസ് വേണ്ടത്, ആ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് മെറ്റീരിയൽസ് ആവശ്യമുള്ളത്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരൊക്കെയാണ് വേണ്ടത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ പർച്ചേസ് റിക്വസിഷൻ പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റോർ കീപ്പറാണ്. സാധാരണ രീതിയിലൊക്കെ എല്ലാ മെറ്റീരിയൽസിൻ്റെയും പർച്ചേസ് റിക്വസിഷൻ നടത്തുന്നത് സ്റ്റോർ കീപ്പറാണ്. അതിന് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസിന് വേണ്ടിയാണെങ്കിൽ അത് സാധാരണ രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡായിരിക്കും പർച്ചേസ് റിക്വസിഷൻ നടത്തുന്നത്. നമുക്കറിയാം സ്റ്റോർ കീപ്പർ എന്ന് പറയുന്നത് സ്റ്റോർ റൂമിന് ഇൻചാർജുള്ള വ്യക്തിയാണ് സ്റ്റോർ കീപ്പർ. അപ്പോൾ സ്റ്റോർ കീപ്പർക്കായിരിക്കും അറിയാവുന്ന ആ മെറ്റീരിയൽസ് തീർന്നോ, ഇനി എത്രത്തോളം സ്റ്റോർ റൂമിലുണ്ട്, ഇനി എത്രത്തോളം ആവശ്യമാണെന്നൊക്കെ അറിയാവുന്ന വ്യക്തി സ്റ്റോർ കീപ്പറാണ്. അപ്പോൾ മെറ്റീരിയൽസ് തീരാറായി കഴിയുമ്പോൾ സ്റ്റോർ കീപ്പറാണ് ഈ പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നത്. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്ന സ്റ്റോർ കീപ്പറാണ്. ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള റിക്വസിഷൻ കൊടുക്കുന്നത് സ്റ്റോർ കീപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ പ്രൊസീജിയർ റിസീവിങ് പർച്ചേസ് റിക്വസിഷനാണ്. അപ്പോൾ റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണോ മെറ്റീരിയൽസ് ആവശ്യമുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള മെറ്റീരിയൽസിന് വേണ്ടിയുള്ള റിക്വസിഷൻ കൊടുക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസിഷൻ കൊടുക്കുന്നതിനാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുന്ന ഈ ഡോക്യുമെൻ്ററി എവിഡൻസിൽ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ഉൾപ്പെടുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ
ഏത് തരം മെറ്റീരിയൽസാണ് നമുക്ക് ആവശ്യമുള്ളത്, അതിൻ്റെ ഡേറ്റ് എന്നത്തേക്കാണ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതുപോലെ തന്നെ ആ റിക്വസിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്, ഇതൊക്കെയായിരിക്കും. ഇത് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റോർ കീപ്പറാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ആണെങ്കിൽ അതിനുള്ള റിക്വസിഷൻ നടത്തുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് ആയിരിക്കും. രണ്ടാമത്തെ പ്രൊസീജിയറാണ് ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡർ. ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡർ. On receipt of the purchase requisition, the next step is to select the supplier from whom materials are to be purchased. Generally, the purchase department maintains a list of suppliers for every type of material. The purchase department had to select the best supplier in terms of price, quality, etc. The supplier is selected by issuing tenders, inviting price quotation from the suppliers. അപ്പം രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡേഴ്സ്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞായിരുന്നു എന്താ, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് പർച്ചേസ് റിക്വസിഷൻ കിട്ടുന്നത്. അപ്പോൾ പർച്ചേസ് റിക്വസിഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സപ്ലയറെ കണ്ടുപിടിക്കണം. സപ്ലയറെ, കാരണം നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരേ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന നിരവധി സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സപ്ലയേഴ്സിന് നമുക്ക് ബെസ്റ്റായിട്ടൊരു സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധാരണ രീതിയിൽ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് ഈ ഡിഫറെൻറ്റ് സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഡിഫറെൻറ്റ് സപ്ലയേഴ്സിനെ ഈ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുകയാണ്, ഞങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമാണ്, ഇന്ന മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, നിങ്ങൾ എത്ര പ്രൈസിൽ നിന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ള ഒരു ഇൻഫോർമേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതല്ല എങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഇടും, ഇന്ന കമ്പനിക്ക് ഇന്ന മെറ്റീരിയൽസ് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അഡ്വർടൈസ്മെൻ്റ് ഇടും. അപ്പം അങ്ങനെ സപ്ലയേഴ്സിനെ നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഇന്നതാണ് അറിയിക്കുന്നതിനാണ് നമ്മൾ ടെൻഡർ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ കമ്പനിക്ക് ഇന്ന മെറ്റീരിയൽസ് ആവശ്യമാണ് എന്ന് സപ്ലയേഴ്സിനെ നമ്മൾ അറിയിക്കാൻ വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ അതിന് ഇൻഫോർമേഷൻ നമ്മൾ പറയുന്നത് ടെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെൻഡറിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യും, ഈ സപ്ലയേഴ്സ് നമുക്ക് കൊട്ടേഷൻസ് തരും. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ സപ്ലയേഴ്സ് പറയുകയാണ്, ഞങ്ങൾ ഇത്ര പ്രൈസിന് ഇന്ന ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് തന്നുകൊള്ളാം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്നതാണ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ടെൻഡറിൻ്റെ ബേസിസിലായിരിക്കും കൊട്ടേഷൻ നൽകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡേഴ്സ് എന്ന് വെച്ചാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് പർച്ചേസ് റിക്വസിഷൻ കിട്ടിയതിന് ശേഷം അവർക്ക് പർച്ചേസ് നടത്തണം. പർച്ചേസ് നടത്തുന്നതിന് മുന്നേ ഒരു ബെസ്റ്റായിട്ടുള്ള സപ്ലയറെ കണ്ടുപിടിക്കണം. അപ്പോൾ ബെസ്റ്റായിട്ടുള്ള സപ്ലയറെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും, ടെൻഡർ നൽകും. ടെൻഡർ നൽകുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സപ്ലയേഴ്സിനെ ഞങ്ങൾ അറിയിക്കും, ഒത്തിരി സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ അറിയിക്കും, ഞങ്ങൾക്ക് ഇത്ര മെറ്റീരിയൽസ് ആവശ്യമാണെന്ന് അറിയിക്കും. അതല്ല എങ്കിൽ ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. കാരണം സപ്ലയേഴ്സിന് ഒരു അറിവ് കിട്ടാൻ വേണ്ടി ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് ബേസിസിലോ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ബേസിസിലോ സപ്ലയേഴ്സ് എന്നൊരു കൊട്ടേഷൻ കൊടുക്കും. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര പ്രൈസിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് ഞങ്ങൾ മെറ്റീരിയൽസ് തന്നുകൊള്ളാമെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊട്ടേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡർ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത് selecting the supplier. On receipt of quotation, a comparative statement of all quotations received is prepared to know the lowest price quotations and best terms and condition offered. In this way, the supplier whose quotation price is lowest, favorable in terms and conditions and quality is selected. ഇവിടെ പറയുന്നത് നമ്മളൊരു ബെസ്റ്റായിട്ടുള്ള സപ്ലയറെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കമ്പനിക്ക് കുറേ കൊട്ടേഷൻസ് കിട്ടി. അപ്പോൾ ഈ കൊട്ടേഷൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളൊരു ബെസ്റ്റായിട്ടുള്ള സപ്ലയറെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊട്ടേഷൻസ് എല്ലാം കൂടെ കമ്പയർ ചെയ്യും. ഒത്തിരി കൊട്ടേഷൻസ് ഉണ്ടാവും. ആ നമുക്ക് കിട്ടിയ കൊട്ടേഷൻസ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മെറ്റീരിയൽസിന് പ്രൈസ് ഏറ്റവും കുറവുള്ളത് ഏതാണ്, ക്വാളിറ്റി കൂടുതലുള്ളത് ഏതാണ്, അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഫേവറബിൾ കണ്ടീഷൻ, എന്തെങ്കിലും ക്രെഡിറ്റിനൊക്കെ തരുന്നവർ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടിനൊക്കെ തരുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ബെസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സപ്ലയർ ഏതാണോ ആ സപ്ലയറെ സെലക്ട് ചെയ്യും.
എന്നുവെച്ചാൽ ഡിഫറെൻറ്റ് കൊട്ടേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ കൊട്ടേഷൻസ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് അതിനകത്തുനിന്ന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും അനുയോജ്യമുള്ള ആയിട്ടുള്ള ഏതാണോ ആ ഒരു സപ്ലയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ദ സപ്ലയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ. ആഫ്റ്റർ സെലക്ടിങ് ദ സപ്ലയർ, an order for purchase is placed. Purchase order is an order placed with the supplier asking him to deliver materials or goods stated therein. Purchase order contains information regarding name and address of the purchaser, name and address of the supplier, quantity required, date of delivery, place of delivery, terms of payment, etc. It is signed by the purchase manager. ദെൻ നമ്മുടെ പ്ലേസിങ് പർച്ചേസ് ഓർഡറാണ്. നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുകയാണ്. നമ്മളൊരു ബെസ്റ്റ് ആയിട്ടുള്ള സപ്ലയറെ കണ്ടുപിടിച്ചു. ആ സപ്ലയർക്ക് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്ര മെറ്റീരിയൽസ് ആവശ്യമാണ്, ഞങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഓർഡർ, ഞങ്ങൾക്ക് ഇത്ര മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞുള്ളൊരു ഓർഡർ കൊടുക്കുന്നതിനാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡറിനാണ് എന്ത് പറയുന്നത്, പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പർച്ചേസ് ഓർഡറിൽ സാധാരണയായിട്ട് ഉണ്ടായിരിക്കുന്നത് ഈ പർച്ചേസർ ആരാണോ വാങ്ങുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയാണ് പർച്ചേസ് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയുടെ പേരും അഡ്രസ്സും വേണം. അതുപോലെ തന്നെ സപ്ലയർ, ഏത് സപ്ലയറാണോ സപ്ലയർ എടുത്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ സപ്ലയറുടെ നെയിം ആൻഡ് അഡ്രസ്സ് വേണം. ക്വാണ്ടിറ്റി എത്രത്തോളമാണെന്ന് അതിനകത്ത് കാണിച്ചിരിക്കണം. അതുപോലെ ഡേറ്റ് ഓഫ് ഡെലിവറി, പ്ലേസ് ഓഫ് ഡെലിവറി, ഏത് സ്ഥലത്തേക്കാണ് നമുക്ക് മെറ്റീരിയൽസ് എത്തിക്കേണ്ടത്, അങ്ങനെ ടേംസ് ഓഫ് പേയ്മെൻറ്റ്, ക്രെഡിറ്റിനാണോ ക്യാഷിനാണോ എന്നൊക്കെയുള്ള ടേംസ് ഓഫ് പേയ്മെൻറ്റ്, ഇതെല്ലാം ഈ പർച്ചേസ് ഓർഡറിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സൈൻഡ് ബൈ ദ പർച്ചേസ് മാനേജർ. പർച്ചേസ് ഓർഡർ പർച്ചേസ് മാനേജർ സൈൻ ചെയ്തിരിക്കണം. ഇതാണ് പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, റിസീവിങ് ഓഫ് മെറ്റീരിയൽസ്. റിസീവിങ് ഓഫ് മെറ്റീരിയൽസ്, നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തു, അതിനുശേഷം നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതാണ് റിസീവിങ് ഓഫ് മെറ്റീരിയൽസ്. ഇൻ സ്മോൾ കൺസേൺ, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് റിസീവിങ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ് entrusted to the storekeeper. But in large concern, there will be a separate receiving department to receive materials. After taking delivery of goods, the receiving clerk verifies the contents of the package with the consignment note sent by the supplier along with the consignment note. After verification of materials, the receiving clerk will prepare a report called material received note or goods received note. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു സ്മോൾ ഫേം ആണെങ്കിൽ അല്ലെങ്കിൽ സ്മോൾ കൺസേൺ ആണെങ്കിൽ അവിടെ മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്നതും അതിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തുന്നതും സ്റ്റോർ കീപ്പർ ആയിരിക്കും. എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ മെറ്റീരിയൽസ് സ്റ്റോർ റൂമിലേക്കാണ് മാറ്റുന്നത്. സ്റ്റോർ റൂമിൽ വെച്ചിട്ട് ആ മെറ്റീരിയൽസ് ഇൻസ്പെക്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ലാർജ് ഫേം ആണെങ്കിൽ, ഒരു വലിയ ഫേം ആണെങ്കിൽ അവിടെ ഒരു സെപ്പറേറ്റ് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റും കാണും, അതുപോലെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന വേറെ ഡിപ്പാർട്ട്മെൻറ്റും കാണും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് എന്ന് വെച്ചാൽ ലാർജ് കൺസേൺ ആണെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന പാട് തന്നെ നമ്മൾ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ മെറ്റീരിയൽസ് കൈമാറുന്നു. അപ്പോൾ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ക്ലർക്ക് എന്ത് ചെയ്യും, ഈ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലർക്ക് നമുക്ക് കിട്ടിയ മെറ്റീരിയൽസ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ റിസീവിങ് ക്ലർക്ക് ഈ ഗുഡ്സ് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ പാക്കേജിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ആ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ആ സപ്ലയേഴ്സ് സെൻഡ് ചെയ്യുന്ന കൺസൈൻമെൻറ്റ് നോട്ടുമായിട്ട് കമ്പയർ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സപ്ലയേഴ്സ് ഒരു കൺസൈൻമെൻറ്റ് നോട്ട് നമുക്ക് അയച്ചു തരും. ആ മെറ്റീരിയൽസിൻ്റെ കൂടെ തന്നെ ഒരു കൺസൈൻമെൻറ്റ് നോട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ ഈ കൺസൈൻമെൻറ്റ് നോട്ടിലും ഈ മെറ്റീരിയൽസ് ഏതാണ്, ഡിസ്ക്രിപ്ഷന്, അതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഈ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ മെറ്റീരിയൽസിൻ്റെ പാക്കേജിൽ എൻ്റർ ചെയ്തിരിക്കുന്ന
ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം ഈ റിസീവിങ് ക്ലർക്ക് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ആ റിപ്പോർട്ടിൻ്റെ പേരാണ് മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റിസീവിങ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽസ് കിട്ടിയതിന് ശേഷം റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലർക്ക് അത് വെരിഫൈ ചെയ്യുന്നു. കാരണം കിട്ടിയ മെറ്റീരിയൽസ് എല്ലാം കറക്റ്റായിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ സപ്ലയേഴ്സ് അയച്ചിരിക്കുന്ന കൺസൈൻമെൻറ്റ് നോട്ടിലുള്ള ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തന്നെയാണോ ഈ മെറ്റീരിയൽസിൻ്റെ പാക്കേജിലും ഉള്ളതെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവരൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ നോട്ടിന് പറയുന്നതാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഓർ മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് എന്ന് പറയുന്നത്. അതാണ് റിസീവിങ് ഓഫ് മെറ്റീരിയൽസ്. നെക്സ്റ്റ്, ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. ഇൻ ലാർജ് കൺസേൺ ദർ വിൽ ബി എ സെപ്പറേറ്റ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. The receiving department has to send the materials along with a copy of goods received note to the inspection department for inspection. The inspection officer checks quality, size and quantity of material received. After inspection, the inspection officer prepares in detailed report known as inspection report or inspection note. ഇപ്പോൾ ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ലാർജ് കൺസേണിൽ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അപ്പം റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം മെറ്റീരിയൽസൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ആ ഗുഡ്സ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ മാറ്റുന്നു, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈമാറുന്നു. അപ്പോൾ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർ ഈ മെറ്റീരിയൽസ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നു. ഇത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി, സൈസ്, ക്വാളിറ്റി എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നു. റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും ഒരു ഡീറ്റെയിൽ ആയിട്ട് വെരിഫൈ ചെയ്യുന്നത്. നമ്മൾ ആവശ്യപ്പെട്ട മെറ്റീരിയൽസ് തന്നെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്, എത്ര തന്നെ ക്വാളിറ്റി ഉണ്ടോ, അതിൻ്റെ സൈസ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്നതാണ് ഇൻസ്പെക്ഷൻ നോട്ട് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ചെക്കിംഗ് ഇൻവോയ്സസ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ്സ്. Generally, suppliers sends an invoice in respect of material supplied. It contains details regarding material supplied and the amount to be paid for it. On receipt of invoice, the purchase department clerk checks and compare the invoices with purchase order, goods received note, inspection note, etc. If everything is in order and correct, the invoice is approved by purchase manager and is sent to the costing department for payment. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ചെക്കിംഗ് ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ്. നമ്മൾ ഇൻവോയ്സസ് ഒക്കെ ചെക്ക് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ സപ്ലയേഴ്സ് ഗുഡ്സ് നമുക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ഇൻവോയ്സും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അയക്കാറുണ്ട്, ഇൻവോയ്സ്. അപ്പോൾ ഈ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് തരുന്ന മെറ്റീരിയൽസ് ഏതാണ്, അതിൻ്റെ ആ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എത്ര എമൗണ്ടാണ് അതിന് വരുന്നത്, അതാണ് ഈ ഇൻവോയ്സിലുണ്ടാകുന്നത്. അപ്പോൾ ഈ സാധാരണ രീതിയിൽ സപ്ലയേഴ്സ് മെറ്റീരിയൽസ് നമുക്ക് അയക്കുന്ന കൂട്ടത്തിൽ ഇൻവോയ്സും ഉണ്ടാവും. ആ ഇൻവോയ്സിലെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതുപോലെ അതിന് എത്ര എമൗണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ആ ഇൻവോയ്സസിലുണ്ടാവും. അപ്പം നമുക്ക് ഈ സാധാരണ രീതിയിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഈ ഇൻവോയ്സ് കിട്ടുന്ന സമയത്ത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലർക്ക് ഈ ഇൻവോയ്സസ് ഒക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നു. ഇൻവോയ്സ് ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻവോയ്സ് നമ്മുടെ പർച്ചേസ് ഓർഡറും ഗുഡ്സ് റിസീവ്ഡ് നോട്ടും ഇൻസ്പെക്ഷൻ നോട്ടും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. കാരണം ഇൻവോയ്സസിലുള്ള ആ മെറ്റീരിയൽസ് തന്നെയാണോ നമ്മൾ പർച്ചേസ് ഓർഡറിന് കൊടുത്ത മെറ്റീരിയൽസ്, അതുപോലെ നമ്മൾ ഗുഡ്സ് റിസീവ്ഡ് നോട്ടിലുള്ളത്, ഇൻസ്പെക്ഷൻ നോട്ടിലുള്ളതെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പം എല്ലാം കറക്റ്റാണ് എങ്കിൽ, ഒരു മിസ്റ്റേക്കൊന്നും ഇല്ല എങ്കിൽ
എന്ത് ചെയ്യുന്നു, ഇത് പർച്ചേസ് മാനേജർ അപ്രൂവ് ചെയ്യുന്നു, ഇൻവോയ്സ് അപ്രൂവ് ചെയ്തിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുന്നു. കാരണം പേയ്മെൻറ്റ് നടത്തുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് മാറ്റുന്നു, പേയ്മെൻറ്റിന് വേണ്ടി നടത്തുന്നു. അപ്പം ചെക്കിങ് ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയൽസിനോട് ഒരു ഇൻവോയ്സ് ഉണ്ടാവും. ആ ഇൻവോയ്സിൽ ഈ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ ഈ ഇൻവോയ്സസ് കിട്ടിയതിന് ശേഷം നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലർക്ക് ഇത് നമ്മുടെ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് പർച്ചേസ് ഓർഡറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ടെല്ലാം ശരിയാണെങ്കിൽ പർച്ചേസ് മാനേജർ അത് അപ്രൂവ് ചെയ്തതിന് ശേഷം കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പേയ്മെൻറ്റിന് വേണ്ടി അയക്കുന്നു. ഇത്രയാണ് നമ്മുടെ പർച്ചേസ് പ്രൊസീജിയർ. പർച്ചേസ് പ്രൊസീജിയർ വരുന്ന നമുക്ക് 7 പ്രൊസീജിയറാണുള്ളത്. അതിൽ ഫസ്റ്റ് പ്രൊസീജിയർ പറഞ്ഞാൽ റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ, രണ്ടാമത്തെ ഇൻവൈറ്റിംഗ് quotations and tender, third one selecting the supplier, then fourth one placing purchase order, fifth one receiving of materials, then sixth one inspection of materials, last one checking the invoice and making payment. Okay, thank you.